ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ചിക്പേട്ട് സ്ട്രീറ്റ് ഷോപ്പിംഗ്. ചിക്പേട്ടിലെ ബ്രൈഡൽ വെയേഴ്സ് ആയിരുന്നു ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം. സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒന്നും കാര്യമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. നല്ല തിരക്കുണ്ടായിരുന്നു. സൺഡേ മാർക്കറ്റ് പിന്നെ തിരക്കല്ലാതെ വേറൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ബ്രൈഡൽ വെയേഴ്സിൻ്റെ ഷോപ്പും ബ്രൈഡൽ ലെഹങ്കാസും കാണിച്ചു തരാം. അധികമൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ ഈ സ്ട്രീറ്റിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആദ്യം ഒരു ഡഫിൾ ബാഗായിരുന്നു. ഇത് ആ സൈഡിൽ കാണുന്നത്. അതിന് ആദ്യം 850 റുപ്പീസ് പറഞ്ഞ് ബാർഗെയിൻ ചെയ്ത് 300 കിട്ടിയത്. പിന്നെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത് കുറച്ച് സ്വെറ്റ് ഷർട്ട്സ് ആയിരുന്നു. പിന്നെ അതിനിടയിൽ ഞാൻ ജസ്റ്റ് അപ്പുറത്തുള്ള കുറച്ച് ഹാൻഡ് ബാഗ്സ് നോക്കി. അപ്പോൾ ഈ കാണുന്ന സ്വെറ്റ് ഷർട്ട്സിനൊക്കെ 250 റുപ്പീസ് ആയിരുന്നു. ഇതിന് മുന്നേ ഒരു തവണ അവളുടെ ഫ്രണ്ടിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ ഗൈഡ് അവളായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ ഒരു ഷോപ്പിൽ കയറി. പക്ഷേ അവിടുത്തെ കസ്റ്റമർ സർവീസ് അത്ര പോരായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ആകെ 2 ഡ്രസ്സേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇൻസ്റ്റയിൽ ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടായിരുന്നു ചിക്പേട്ടിലെ കുറേ ഷോപ്സിൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള വേറെ ഷോപ്പിലാണ് പിന്നെ ഞങ്ങൾ കയറിയത്. അവിടെ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊക്കെയാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ്. ലെഹങ്കയുടെ ഒക്കെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് 2K മുതലായിരുന്നു. ഇതൊരു ബാന്തിനി ടൈപ്പായിരുന്നു. കാണാൻ നല്ല ഉണ്ടായിരുന്നു. ഈ ഷോപ്പിൽ നിന്നും അവർ ഒരുപാട് ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഷോപ്പിൻ്റെ പുറത്ത് നമുക്ക് ആദ്യം കാണിച്ചു തന്നിട്ട് റോസിൻ്റെ ഒരു നീലയും പിന്നെ ഒരു വൈറ്റ് ലെഹങ്കയും ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ തൊട്ടപ്പുറത്തുള്ള PVR സിൽക്സിലാണ് പോയത്. അവിടുത്തെയും കസ്റ്റമർ സർവീസും ഒക്കെ നല്ലതായിരുന്നു. അവരെടുത്ത് കാണിച്ചു തന്ന ലെഹങ്കാസും നല്ല അടിപൊളിയായിരുന്നു. ആദ്യം കാണിച്ചു തന്നൊരു ബ്ലൂ ആയിരുന്നു. ബ്ലൂ പിന്നെ വേണ്ടായിരുന്നു. പിന്നെ കാണിച്ചു തന്നൊരു റെഡും റോസും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. പിന്നെ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ചിഹ്നം അത് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ ഫോണിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണുന്ന സമയത്ത്. ഇതിൻ്റെ മേളിലുള്ള ഡിസൈൻസിനാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് അവർ ആദ്യം പറഞ്ഞത് 7K ആയിരുന്നു. പിന്നെ ഡിസ്കൗണ്ടൊക്കെ കഴിഞ്ഞിട്ട് 6K സംതിങ്ങിന് തരാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഷോള് വന്നിട്ടുണ്ടായിരുന്നത് ഒരു ലൈറ്റ് കളറായിരുന്നു. അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതൊരു വെൽവെറ്റ് മെറ്റീരിയൽ ആയിരുന്നു. ചിന്നു ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവൾ ഓൾറെഡി മൈൻഡിലൊരു കളർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കളർ തന്നെ കിട്ടുമോ എന്നുള്ള ടെൻഷനും ഉണ്ടായിരുന്നു ആൾക്ക്. അടുത്തത് ഇതായിരുന്നു. ഇതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ചും ഏകദേശം സെയിം തന്നെയായിരുന്നു. ഇത് ഈ ഫോണിൽ കാണുന്നതിൻ്റെ അത്ര ഡാർക്കല്ല, കുറച്ച് ലൈറ്റാണ് കളർ വരുന്നത്. ഇതും വെൽവെറ്റ് മെറ്റീരിയലാണ്. അതിനിടയിൽ ഞാൻ ഈ സ്കേർട്ടൊന്ന് എടുത്ത് വെച്ച് നോക്കി. ഇതിൻ്റെ ഫുള്ള് ചെറിയ ചെറിയ പ്ലീറ്റ്സ് വന്നിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊരു ലൈറ്റ് ലാവൻഡർ കളറായിരുന്നു. ഇതിനും റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് 2800 സംതിങ് ആയിരുന്നു. 3 ഷോപ്പിൽ കയറി. അടുത്ത ഷോപ്പിൽ കയറാൻ പോവാം. അങ്ങനെ ഞങ്ങൾ അടുത്ത ഷോപ്പിലെത്തി. ഇവിടുന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഈ ഒരു മോഡലായിരുന്നു. ഇതധികം കാണാത്തൊരു മോഡൽ ലെഹങ്കയായിരുന്നു. ഇത് ഫോണിൽ കാണുന്ന അത്ര ഡാർക്കല്ല, നല്ല ലൈറ്റ് കളറായിരുന്നു. എല്ലാ ലെഹങ്കയും അത്യാവശ്യം നല്ല ഹെവി ആയിരുന്നു. ഒരു വൈറ്റ് ലെഹങ്ക ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അതിൻ്റെ മുകളിലെ പീക്കോക്കിൻ്റെ ഡിസൈനും ഒക്കെ. ഇത് ഒരു റെഡായിരുന്നു. ഇത് ചിന്നു വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അറൗണ്ട് 15K ആയിരുന്നു പറഞ്ഞത്. ഡിസ്കൗണ്ടും കഴിഞ്ഞ് അവർ 9000 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോയിലും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളൊരു വേർഡാണ് ഭംഗി ഭംഗി ഭംഗി. കാരണം എല്ലാം അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതല്ലാതെ എനിക്ക് വേറൊന്നും പറയാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് വേറൊരു ഷോപ്പിൽ കയറി. അവിടെ നിന്ന് 2 ഡ്രസ്സ് നോക്കി. അത് വീഡിയോ എടുത്തില്ല. പിന്നെ ഞങ്ങൾ നേരെ വന്നത് മീനാക്ഷി സാരി സെൻറ്ററിലായിരുന്നു.
ഇവിടെ ലെഹങ്കാസും പിന്നെ ക്രോപ്പ് ടോപ്പും സ്കേർട്ടും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്നും കുറേ ഡ്രസ്സൊക്കെ നോക്കി അവിടെ നിന്നും ഇറങ്ങി. പിന്നെ അപ്പോഴേക്ക് ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല ടയേർഡുമായിരുന്നു. ചിക്പേട്ടെന്ന് എവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ കൂടെയുള്ളത് ചിമ്മി ആയതുകൊണ്ട് എന്നെ തേടിപ്പിടിച്ച് ഒരു റെസ്റ്റോറൻറ്റ് കാണിച്ചു തന്നു. ഫാമിലി സ്റ്റോറിൻ്റെ 7th ഫ്ലോറിൽ അമ്പാര എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു പ്യുവർ വെജ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ കേർഡ് റൈസ്, ഫ്രൈഡ് റൈസ്, പുലാവ്, മീൽസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നൊരു ഗോബി മഞ്ചൂരി. കേർഡ് റൈസിനെ പറ്റി കുറേ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കേർഡ് റൈസ് ടേസ്റ്റ് ചെയ്തു. നല്ലൊരു കൂളിംഗ് എഫക്റ്റായിരുന്നു എനിക്കത് കഴിച്ചപ്പോൾ കിട്ടിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വാങ്ങിയത് പുലാവായിരുന്നു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ചൊരു സ്പൈസി ആയിരുന്നു. ഇത് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചിന്നു വാങ്ങിച്ചില്ലായിരുന്ന ഫ്രൈഡ് റൈസ് ആയിരുന്നു. അത് നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. ഗോബി മഞ്ചൂരിയും നല്ല ക്രിസ്പി ആയിരുന്നു. ഞാൻ ഈ വോയിസ് ഓവറിൻ്റെ ടൈമിൽ പുറത്ത് നല്ല മഴയാണ്. അതാണ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു നോയ്സ്. ഐ എം സോ സോറി ഫോർ ദാറ്റ്. ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു കുറേ ജ്വല്ലറീസ് ആയിരുന്നു. 850, 1250 ഒക്കെ നല്ല ജ്വല്ലറീസ് ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടെ നിന്നതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് നോക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. പിന്നെ അപ്പോഴേക്കും നല്ല മഴക്കാറും വന്നിട്ടുണ്ടായിരുന്നു. മഴയത്ത് അവിടെ പെട്ടു പോകണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ അധിക സമയം അവിടെ നിന്നില്ല. ടയേർഡായി, കുറേ അലഞ്ഞു തിരി നടന്നു. ഭയങ്കര തിരക്കാണ് അവിടെ. അവിടെ നിന്ന് ഇറങ്ങി നേരെ ഭവ്യൻ്റെ റൂമിൻ്റെ അടുത്തുള്ള താത്താ ടീ പോയിട്ട് ലെമൺ ടീയും ചായയൊക്കെ കുടിച്ചു. പിന്നെ നേരെ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി നേരെ വിട്ടത് ചിമ്മീൻ്റെ റൂമിലേക്കായിരുന്നു. ചിമ്മിയും ഭവ്യക്കൻ്റെ കസിൻസാണ്. ഞാനത് ഇതിന് മുന്നേയുള്ളൊരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആയിട്ടുള്ള ഷോപ്പിംഗ് ഇവിടെ തീരുന്നില്ല. ഒരു മാസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും പോകുന്നതായിരിക്കും. അവിടുത്തെ ബ്രൈഡൽ ലെഹങ്കാസും ജ്വല്ലറീസും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോയിൽ അധികമൊന്നും കാണിച്ചിട്ടില്ല എന്നറിയാം, കാരണം ഫോണിൻ്റെ ചാർജും എല്ലാം പ്രശ്നമായിരുന്നു. എന്തായാലും ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ചിമ്മിയുടെ റൂമിലേക്ക് പോകുന്ന വഴിക്കുള്ള ഈ ഒരു ഏരിയ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ട ബാംഗ്ലൂരില്ലേ, ഇതായിരുന്നു ഞാൻ സ്വപ്നത്തിൽ കണ്ട ബാംഗ്ലൂർ. എന്തായാലും ഈ ഒരു ബാംഗ്ലൂർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചിമ്മി നിൽക്കുന്ന റൂം രജിച്ചെന്നുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയത്. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ ഊബർ പിടിച്ച് ഭവ്യയുടെ റൂമിൽ വന്നു. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.